അമ്മേ, ഇതാരിക്കുണ്ടിന്റെ പിറന്നാൾ സമ്മാനം. അത് കൈനീട്ടി വാങ്ങിയപ്പോൾ അമ്മയുടെ കണ്ണുകൾ അല്പം നിറഞ്ഞു. ഹരിപ്രിയനെ ജോലി കിട്ടിയ ശേഷമുള്ള അമ്മയുടെ ആദ്യത്തെ പിറന്നാൾ. ഡിഗ്രി കഴിഞ്ഞ് 2-3 കൊല്ലമായെങ്കിലും നല്ലൊരു ജോലി കിട്ടിയത് അടുത്ത കാലത്താണ്. അത്ര വലിയ ജോലിയൊന്നുമല്ല, ബാങ്കിലെ എക്സിക്യൂട്ടീവാണ്. ആദ്യമായിട്ടാണ് ഹരി അമ്മയ്ക്കൊരു സമ്മാനം കൊടുക്കുന്നത്. അതുകൊണ്ടാവും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത്. അച്ഛൻ മരിച്ചതിൽ പിന്നെ ഹരിക്കെല്ലാം അമ്മയായിരുന്നു. അവനെ വളർത്താനും പഠിപ്പിക്കാനും വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. 1-2 വീട്ടിൽ അടുക്കളപ്പണിയെടുത്താണ് അമ്മ അവനെ വളർത്തിയത്. അമ്മയ്ക്ക് ഹരിയും അവൻ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ കേക്ക് വാങ്ങി കട്ട് ചെയ്തു. പിന്നെ കുറേ സെൽഫികളും. അതൊക്കെയായിരുന്നല്ലോ ഇപ്പോഴത്തെ രീതികൾ. സാധാരണ രാത്രി കിടക്കുന്ന സമയത്ത് മാത്രമേ അവൻ ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്നുള്ളൂ. അധികം കൂട്ടുകാരില്ലാത്തതുകൊണ്ടായിരിക്കാം അന്നത്തെ സന്തോഷം കൂട്ടുകാരുമായി പങ്കുവെക്കാൻ അവൻ പകർത്തിയ ചിത്രങ്ങൾ ഫേസ്ബുക്കിലിട്ടു. ഉടനെ തന്നെ അതിലൊരു കമന്റ് വന്നു: യു ആർ ഗ്രേറ്റ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു അമ്മ. അതൊരു പെൺകുട്ടിയുടെ പ്രൊഫൈലായിരുന്നു, നാൻസി ഫിലിപ്പ്. നടി മാളവിക മേനോന്റെ ഫോട്ടോയായിരുന്നു പ്രൊഫൈൽ. ആരാണെന്ന് പിടികിട്ടിയില്ല. എന്നാൽ അവനൊരു നന്ദി വാക്ക് പറഞ്ഞു. ഉടനെ തന്നെ ആ പ്രൊഫൈലിൽ നിന്ന് റിക്വസ്റ്റ് വന്നു. ആരാണെന്ന് അറിയാത്തതിനാൽ അവൻ ആക്സെപ്റ്റ് ചെയ്തില്ല. ഫുഡൊക്കെ കഴിച്ചു കിടന്ന സമയത്ത് അവൻ ആ പ്രൊഫൈൽ വിശദമായിട്ടൊന്ന് പരിശോധിച്ചു. ഇനി വല്ല ഫേക്കന്മാരാണോന്ന് അറിയണമല്ലോ. കുറെ നേരം നോക്കിയിൽ നിന്നും അവന്റെ വീടിന്റെ അടുത്തുള്ളതാണെന്ന് മനസ്സിലായി. ഹരി പഠിച്ച സ്കൂളിൽ തന്നെയാണ് പഠനം പൂർത്തിയാക്കിയത്. ഇപ്പോൾ ഹൈദരാബാദിലേതോ പ്രൈവറ്റ് ബാങ്കിൽ ട്രെയിനിയായിട്ട് ജോലി നോക്കിയാണ്. ഒറ്റ ഫോട്ടോ പോലും സിംഗിൾ ഇല്ലാത്തതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു. പിറ്റേന്ന് ഫേസ്ബുക്ക് തുറന്നു നോക്കിയിരുന്നപ്പോൾ മെസ്സഞ്ചറിൽ നോട്ടിഫിക്കേഷൻ വന്നു. തുറന്നു നോക്കിയപ്പോൾ നാൻസി ഫിലിപ്പാണ്. ഒരു ഹാൻഡ് വേവ്, ഒപ്പം ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു: ഹായ്, ഞാൻ നാൻസി ഫിലിപ്പ്. എന്നെ ഓർമ്മയുണ്ടോ? ഹായ്, സോറി, എനിക്ക് ആളെ മനസ്സിലായില്ല. ഞാൻ ചേട്ടൻ പഠിച്ച സ്കൂളിൽ 2 വർഷം ജൂനിയറായി പഠിച്ചതാ. ഓർക്കുന്നില്ലടോ. സാരില്ലേട്ടാ, വർഷം കുറേ ആയില്ലേ. ചേട്ടന് സുഖമാണോ? സുഖം. നാൻസിക്കോ? ഇപ്പൊ ഹൈദരാബാദിലല്ലേ? അതെ ചേട്ടാ, ഞാനിവിടെ ഒരു ബാങ്കിലാണ്. അങ്കിൾ ഇവിടെ ആയിരുന്നു. അങ്ങനെ എനിക്കിവിടെ ജോലി കിട്ടി. നാൻസിയുടെ വീട്ടിലിറങ്ങിയിട്ടുണ്ട്. വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും ഞാനും. ഓക്കെ ചേട്ടാ, നേരെ ഒത്തിരിയായി. പിന്നീട് കാണാം. ബൈ. പിറ്റേന്നും പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ദിവസങ്ങളിലും അവർ സംസാരിച്ചു. ആ ബന്ധം നല്ലൊരു സൗഹൃദമായി. പിന്നെ അത് ഫോൺ വിളികളായി. എന്നും അവർ വിളിക്കാറുണ്ടായിരുന്നു. ആ ബന്ധം സൗഹൃദത്തിനപ്പുറത്തേക്ക് വളർന്ന് അവർ പോലും അറിഞ്ഞില്ല. അവർക്കിടയിൽ രഹസ്യങ്ങൾക്കും പിണക്കങ്ങൾക്കും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ തമ്മിൽ സംസാരിക്കാതെ അവർക്കൊരു ദിവസം പോലും ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. നാളുകൾ കടന്നുപോയി. കാലമൊരുക്കിയ ഒരു സന്തോഷ വാർത്ത അവരെ കാത്തിരുന്നു. ഹരി ജോലി ചെയ്യുന്ന അതേ ബാങ്കിൽ നാൻസിക്കും ജോലി കിട്ടി. പക്ഷെ അത് അവളുടെ അപ്പച്ചൻ്റെ സ്വാധീനം കൊണ്ടായിരുന്നു. അയാൾ നാട്ടിലെ വലിയ പ്രമാണിയാണ്. ഇഷ്ടം പോലെ പണവും പ്രതാപവും, അതിനൊത്ത അഹങ്കാരവും. എന്തിലും കച്ചവടം കാണുന്ന തനി അച്ചായൻ. ഹരിയെ കാണാനുള്ള ആഗ്രഹം നാൻസിയിൽ ഒത്തിരി ആനന്ദമുണ്ടാക്കി. ആ സന്തോഷത്തിൽ നാൻസി നാട്ടിലേക്ക് വണ്ടി കയറി. ഇവിടെ ഹരിയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. നാട്ടിലെത്തിയ നാൻസി ഒട്ടും വൈകാതെ തന്നെ ബാങ്കിൽ ജോയിൻ ചെയ്തു. ഓരോരുത്തരെ പരിചയപ്പെടുമ്പോഴും തൻ്റെ ഹരിയേട്ടനെ കാണാൻ അവളുടെ മനസ്സ് കൊതിച്ചു. അവൻ ബാങ്കിൽ കടന്നു വരുന്ന ഓരോ പെൺകുട്ടിയെയും പ്രതീക്ഷയോടെ നോക്കി. നിരാശയായിരുന്നു ഫലം. ഒടുവിൽ തലതാഴ്ത്തി വിഷമിച്ചിരുന്ന അവൻ്റെ അടുത്തേക്ക് അവൾ കൊണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ 2 പേരുടെ ഉള്ളിലും 1000 പൂത്തിരി ഒരുമിച്ച് മിന്നിയ സന്തോഷമുണ്ടായെങ്കിലും അവർ പുറത്ത് കാണിച്ചില്ല. തികച്ചും അപരിചിതരെന്ന പോലെ പെരുമാറി. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. നേരിട്ട് കണ്ടാൽ വലിയ പരിചയം കാണിച്ചില്ല. എങ്കിലും കോളിലൂടെയും ചാറ്റിലൂടെയും അവർ സല്ലപിച്ചുകൊണ്ടിരുന്നു. പതിയെ പതിയെ അവർ വലിയ കൂട്ടായി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി. അസാധാരണമായി മറ്റുള്ളവർക്കും തോന്നാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. അല്പനേരം ഒരുമിച്ചിരുന്ന് സമയം ചെലവിടാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും അവരുടെ മനസ്സ് തുടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അതിനുള്ള അവസരം ഒത്തുവന്നു. അങ്ങനെ അവർ ബീച്ചിൽ കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. ഒടുവിൽ അവർ ഏറെ കാത്തിരുന്ന ദിവസം വന്നെത്തി. വൈകുന്നേരം ഹരി അവൾക്കായി അവിടെ കാത്തിരുന്നു. ഒരു പൊതി കപ്പലണ്ടിയിൽ അവൻ സമയം തള്ളി നീക്കി. അധികം വൈകാതെ അവളും വന്നു. 2 പേരും വളരെ ആകാംക്ഷയോടെയും എന്നാൽ അതിലേറെ നാണത്തോടെയും പരസ്പരം വിഷ് ചെയ്തു. ആദ്യമായിട്ടായിരുന്നു അവർ ഇത്രയും ഫ്രീ ആയിട്ട് അടുത്തിടപഴകുന്നത്. അപ്പോഴും അവർക്കിടയിൽ പ്രണയമായിരുന്നോ എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്തൊക്കെയോ സംസാരിക്കണമെന്ന് അവർക്കുണ്ടായിരുന്നെങ്കിലും അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടി. ഒടുവിൽ അവൻ തന്നെ തുടങ്ങി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതി അവൾക്ക് നേരെ അവൻ നീട്ടി. പിന്നെ പതിയെ അവർ ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. അത് പിന്നെ പതിവായി. ആഴ്ചയിലെ ഒട്ടുമിക്ക ദിവസങ്ങളിലും അവരവിടെ പോയി സമയം ചെലവിടുമായിരുന്നു. ഐസ്ക്രീം കഴിക്കലും കഥ പറച്ചിലും കളിയും ചിരിയും പതിവായി. അവിടെ അവർക്കൊരു പുതിയ കൂട്ടുകാരിയെ കൂടി കിട്ടി. ഐസ്ക്രീം വിൽക്കുന്ന മിനി ചേച്ചി. ചേച്ചിക്ക് 2 പേരും സഹോദരങ്ങളെ പോലെ ആയിരുന്നു. സ്ഥിരം സന്ദർശകരായതിൽ പിന്നെ അവരും ചേച്ചിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവരുടെ കൊച്ചു കൊച്ചു ഇണക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും ആ മണൽത്തിരികളും മിനി ചേച്ചിയും സാക്ഷിയായി. ഒടുവിൽ ആ കടൽ തീരം അവരുടെ മാത്രം ലോകമായി മാറി. ഇനി അങ്ങോട്ടുള്ള ജീവിതം ഒരുമിച്ച് തീർക്കാൻ ആ നിമിഷങ്ങളിൽ എപ്പോഴോ അവർ തീരുമാനിച്ചു. അവരുടെ ബന്ധത്തിന്റെ ആഴം വല്ലാതെ വളർന്നിരുന്നു.
ഹരി തൻ്റെ അമ്മയ്ക്ക് അവളെ പരിചയപ്പെടുത്തി. മകൻ്റെ ഇഷ്ടങ്ങൾക്കപ്പുറത്തേക്ക് വേറൊന്നുമില്ലാതിരുന്ന അമ്മയ്ക്ക് സന്തോഷമായിരുന്നു മനസ്സ് നിറയെ. ആകെയുണ്ടായിരുന്ന ഒരേ ഒരു പേടി നാൻസിയുടെ അപ്പച്ചനായിരുന്നു. എന്നാൽ നാൻസി അപ്പച്ചനെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞു. അതറിഞ്ഞ ഹരിക്കും സന്തോഷം. അവർ അവരുടെ സ്വപ്നങ്ങളെ താലോലിക്കാൻ തുടങ്ങി. കാലം വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ഹരിക്ക് ആ സന്തോഷ അധികാരം നീണ്ടുന്നില്ല. തൻ്റെ അമ്മ മാരകമായ ഒരു രോഗത്തിന് കീഴ്പ്പെട്ടു എന്നറിഞ്ഞ് അവൻ മാനസികമായി തകർന്നു. അവരുടെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായ വീടും വസ്തുവും വിറ്റ് ചികിത്സിച്ചിട്ടും അമ്മയെ രക്ഷിക്കാനായില്ല. നാൾ തോറും അമ്മയുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരുന്നു. ആശുപത്രിയിൽ അമ്മയെ കാണാൻ നാൻസി എത്തിയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. മോള് കരയരുത്, അമ്മക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ. എൻ്റെ ഹരി, എൻ്റെ കാലം കഴിഞ്ഞാൽ അവന് മോള് മാത്രമേ ഈ ലോകത്തുള്ളൂ. മോൾ അവനെ കൈവിടില്ലെന്ന് അമ്മയ്ക്ക് വാക്ക് തരണം. അങ്ങനെയൊന്നും പറയില്ലേ അമ്മേ. ഞാൻ മാത്രമല്ല, അമ്മയുണ്ടാവും ഹരിയേട്ടനൊപ്പം ഇനി ഒത്തിരി നാള്. ഇടം കൈയിൽ അവൻ്റെയും വലം കൈയിൽ അവരുടെയും കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ അമ്മയുടെ ചലനം നിലച്ചു. അമ്മ എന്ന് നീക്കുമായി അവരോട് യാത്ര പറഞ്ഞു പോയി. ഹരിയുടെ മനോനില ആകപ്പാടെ തകർന്നു. കടം കൊണ്ടവൻ പൊറുതിമുട്ടി. ഇതിനിടയിൽ നാൻസിയുടെ അപ്പച്ചൻ അവിടെ കല്യാണം ഉറപ്പിച്ചു. എന്തിനേയും കച്ചവട കണ്ണോടെ മാത്രം കണ്ടിരുന്ന അയാൾ വലിയ വീട്ടിലെ ബന്ധം തന്നെ തൻ്റെ മകൾക്ക് വേണ്ടി കണ്ടെത്തി. നാൻസി ഒത്തിരി എതിർത്തെങ്കിലും അവിടെ അപ്പച്ചൻ സമ്മതിച്ചില്ല. ഒടുവിൽ പയ്യൻ്റെ വീട്ടുകാർ വന്ന് പെണ്ണിനെ കണ്ടുപോയി. പയ്യൻ വന്നില്ല. ഒരു ഫോട്ടോയും കൊടുത്തു. അവളത് നോക്കിയതുപോലുമില്ല. അവളുടെ മനസ്സിൽ ഹരി മാത്രമായിരുന്നു. ഹരിയോട് ഇതൊക്കെ പറയാനൊരു അവസരം കിട്ടാൻ അവൾ കാത്തിരുന്നു. അവൻ്റെ അവസ്ഥ നന്നായിട്ട് അറിയാമായിരുന്നു അവൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന നാൻസി തൻ്റെ മുറിയിൽ നിന്ന് ചെറുപ്പക്കാരനെ കണ്ട് അമ്പരുന്നു. ഹായ് നാൻസി, ഞാൻ സാജൻ ജേക്കബ്. തന്നെ പെണ്ണാണ് വന്നത്. അപ്പച്ചനും അമ്മച്ചിയും വന്നു കണ്ടിട്ട് വലിയ അഭിപ്രായമായിരുന്നു. അപ്പോൾ തോന്നിയതാ ഒന്ന് കാണുന്നു. എനിക്ക് ഇയാൾ ഇഷ്ടമായി. നാൻസിക്കോ? പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, എനിക്കൊന്ന് ആലോചിക്കണം. മതി, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. എന്നെ നമ്പർ തരാം. എന്നാ ഇറങ്ങട്ടെ, ബൈ. പെട്ടെന്നുള്ള ആ കൂടിക്കാഴ്ച അവളിൽ ചില മാറ്റങ്ങൾ വരുത്തി. ഹരിയേക്കാളും സുന്ദരനായ നല്ല സാമ്പത്തിക അടിത്തറയുള്ള വിദേശത്ത് ജോലിയുള്ള ഒരു ചെറുപ്പക്കാരൻ. ഏത് പെണ്ണും കൊതിക്കുന്ന സ്മാർട്ട് ചെറുക്കൻ. നാൻസി അവൻ്റെ ആ ഫോട്ടോ അവിടെ ആകെ തിരഞ്ഞു. ഒടുവിലത് തപ്പിപ്പിടിച്ചപ്പോൾ വലിയ എന്തോന്ന് സ്വന്തമാക്കിയ സന്തോഷമായിരുന്നു അവൾക്ക്. അവൾ ആ ഫോട്ടോയിൽ ഒത്തിരി നേരം നോക്കിയിരുന്നു. സാജൻ എന്ന ചെറുപ്പക്കാരൻ അവളുടെ മനസ്സിൽ കടന്നു കഴിഞ്ഞിരുന്നു. ഹരിയെ ചതിക്കുന്നു എന്ന ചിന്ത അവളിൽ ഉണ്ടായെങ്കിലും സാജന്റെ മുഖം ആ ചിന്തകളെ നിർമ്മാർജ്ജനം ചെയ്തു. എങ്ങനെയെങ്കിലും ഹരിയെ ഒഴിവാക്കാൻ അവൾ തീരുമാനിച്ചു. അവൾ ഹരിയെ കാണണമെന്ന് വിളിച്ചറിയിച്ചു. പിറ്റേന്ന് വൈകിട്ട് അവർ ആ തീരത്ത് കണ്ടുമുട്ടി. ഹരി ആകെ കോലം കെട്ടതായി അവൾക്ക് തോന്നി. ഒത്തിരി നാളുകൾ കഴിഞ്ഞ് കണ്ടുമുട്ടിയ സന്തോഷം അവളുടെ മുഖത്തില്ലായിരുന്നു. മിനി ചേച്ചി പതിവ് ഐസ്ക്രീം കൊടുത്തു. എന്നാൽ അവളത് നിരസിച്ചു. പിന്നെ അവനും വേണ്ടാന്ന് വെച്ചു. അവൾ പതിയെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഹരി വിചാരിച്ചാൽ ഇപ്പോൾ ഒന്നും ചെയ്യാനാവില്ല നല്ലപോലെ അറിയാമായിരുന്ന നാൻസി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് പറഞ്ഞു, ഹരിയേട്ടാ, പക്ഷേ വേറെ കല്യാണം ഉറപ്പിക്കും. ഇനി പിടിച്ചിരിക്കാൻ എനിക്കാവില്ല. എത്രയും വേഗം എന്നെ കൂട്ടിക്കൊണ്ടു പോകണം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. നാൻസി, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണോ? തനിക്കറിയാലോ എൻ്റെ അവസ്ഥ. ഒരു വീട് പോലുമില്ല. സാമ്പത്തിക ബാധ്യത ഒത്തിരിയാ. എനിക്കൊരു സമയം വേണം. താൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. പക്ഷെ ഹരിയേട്ട, അപ്പച്ചൻ്റെ സ്വഭാവം ഹരിയേട്ടനെ അറിയാലോ. ഒരു 6 മാസം മാത്രം. ആ സമയം താൻ എനിക്ക് തരണം. അതിനുള്ളിൽ ഞാൻ എന്തായാലും ഒരു വഴി കണ്ടെത്താം. ഹരിയേട്ട, ഞാനൊരു പെണ്ണ. അപ്പച്ചൻ്റെ വാശിക്ക് മുമ്പിൽ എത്ര കാലം എനിക്ക് പിടിച്ചു നിൽക്കാനാവും? ഞാനിപ്പോൾ എന്താ വേണ്ടത്? നാൻസി പറ. തനിക്കറിയാവുന്നല്ലേ എൻ്റെ അവസ്ഥ. ശരി ഹരിയേട്ട, പക്ഷെ എത്ര നാൾ പിടിച്ചു നിൽക്കാനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ ഹരിയേട്ടന് വേണ്ടി കാത്തിരിക്കും. ഹരിക്കും അവനുമായി തലാഴ്ത്തിരിക്കാനേ കഴിഞ്ഞുള്ളൂ. യാത്ര പറഞ്ഞെഴുന്നേറ്റ അവളുടെ ചുണ്ടുകളിൽ പുറത്ത് ചാടാനായി കാത്തു നിന്നൊരു പുഞ്ചിരി ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയ നാൻസി സാജന് ഫോൺ ചെയ്ത് തൻ്റെ സമ്മതം അറിയിച്ചു. പിന്നെ നിശ്ചയവും കല്യാണമൊക്കെ വളരെ വേഗത്തിൽ നടന്നു. അങ്ങനെ നാൻസി ഫിലിപ്പ് നാൻസി സാജനായി. തൻ്റെ ബാധ്യതകളെല്ലാം തീർത്ത് അവളെ സ്വന്തമാക്കാൻ പെടാപാടുപെട്ട ഹരി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഒത്തിരി തവണ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ തരാത്ത തന്നോടുള്ള സൗന്ദര്യപ്പിണക്കായി അവൻ കരുതി. എന്നാൽ ഒരു ദിവസം അവൾ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവൻ കണ്ടു. ഒടുവിൽ ക്ഷമ നശിച്ചവൻ അവളെ കാണാൻ അവളുടെ വീട്ടിൽ ചെന്നു. അപ്പോഴാണ് അവനെല്ലാം അറിയുന്നത്. ഹരിയാകെ തകർന്നു. അതോടെ അവൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറി. അവൻ മദ്യപാനം തുടങ്ങി. ജോലി സമയം കഴിഞ്ഞാൽ അധിക സമയവും അവൻ ബാറിലും കടപ്പുറത്തും ചെലവഴിച്ചു. എന്നാൽ തൻ്റെ വിഷമങ്ങളൊന്നും അവൻ പുറത്ത് കാണിച്ചില്ല. മിനി ചേച്ചി മാത്രം എല്ലാത്തിനും സാക്ഷി. കാലം വീണ്ടും സഞ്ചരിച്ചു. 2-3 മാസം കഴിഞ്ഞു. നാൻസിക്കും അവൾ ആഗ്രഹിച്ച ജീവിതമല്ല കാത്തിരുന്ന്. സാജൻ തീർത്തും മദ്യപാനിയായിരുന്നു. നാൻസിയുടെ ദൂർത്തും അവൻ്റെ മദ്യപാനം അവരുടെ ജീവിതം നശിപ്പിച്ചു. അവൾ സാജനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോന്നു. അപ്പച്ചനും അമ്മച്ചി അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവൾ തീർത്തും ഒറ്റപ്പെട്ടു.
ഹരിയെ വഞ്ചിച്ചതിന് ദൈവം നൽകിയ ശിക്ഷയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. അവളിൽ വല്ലാത്ത കുറ്റബോധമുണ്ടായിരുന്നു. ആകെയുണ്ടായിരുന്ന ആശ്വാസം ഫേസ്ബുക്കും വാട്സാപ്പ് തുടങ്ങിയവ തന്നെയായിരുന്നു. ഒരിക്കൽ ഫേസ്ബുക്ക് നോക്കിയിരുന്ന അവൾ ബ്ലോക്ക് ചെയ്ത ഹരിയുടെ അക്കൗണ്ട് ബ്ലോക്ക് റിമൂവ് ചെയ്തു. അപ്പോൾ അതിൽ ഓൺലൈൻ കണ്ട അവൾ അതിലേക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. പക്ഷേ അയക്കാൻ അവൾ മടിച്ചു. ഒടുവിൽ അവനോട് മാപ്പ് പറയണമെന്ന് ഉറപ്പിച്ച് അവൾ ആ മെസ്സേജ് അയച്ചു. എന്നാൽ അത് റീഡ് ചെയ്തിട്ടും റിപ്ലൈ വന്നില്ല. എന്നാൽ മറുവശത്ത് ഹരി ആകെ അമ്പരന്നിരുന്നു. എന്തിനായിരിക്കും അവൾ വീണ്ടും തന്നെ തേടി വന്നതെന്ന് അവൻ ചിന്തിച്ചിരിക്കെ അവൻ്റെ ഫോൺ ചിലച്ചു. പരിചയമില്ലാത്ത നമ്പരായിരുന്നു. അവൻ ഫോൺ എടുത്തു. മറുതലക്കിൽ നിന്നൊരു തേങ്ങൽ കേട്ടു. ആ ശബ്ദം തിരിച്ചറിഞ്ഞ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പങ്കുവെച്ചു. വീണ്ടും നല്ല സുഹൃത്തുക്കളെ പോലെ സംസാരിച്ച് അവർ ഫോൺ കട്ട് ചെയ്തു. ആ വിളികൾ പതിവായി. വീണ്ടും അവരടുത്തു. പഴയ ഇഷ്ടം വീണ്ടും അവരിൽ പടർന്നു കഴിഞ്ഞിരുന്നു. എനിക്ക് ഹരിയേട്ടനോടൊപ്പം ജീവിക്കണമെന്ന് അവൾ കരഞ്ഞു പറഞ്ഞപ്പോൾ തള്ളിക്കളയാൻ ഹരിക്കായില്ല. അവൻ്റെ ഇരുട്ട് വീണ ജീവിതം വീണ്ടും പ്രകാശപൂരിതമാവുന്നു എന്നവന് തോന്നി. അവളുടെ അപേക്ഷ നിരസിക്കാൻ അവൻ തയ്യാറായില്ല. അങ്ങനെ ആ നാട് വിട്ട് ദൂരേക്ക് എവിടെയെങ്കിലും പോവാൻ അവർ തീരുമാനിച്ചു. മറ്റാരും അറിയാതെ അവർ യാത്രക്കൊരുങ്ങി. പോകുന്നതിൻ്റെ തലേ ദിവസം അവൻ മിനി ചേച്ചിയെ പോയി കണ്ടു. മദ്യപിക്കാതെ ഹരിയെ കണ്ട ചേച്ചിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അവൻ ചേച്ചിയോടെല്ലാം പറഞ്ഞു. ആദ്യം കാര്യങ്ങൾ എതിർത്തെങ്കിലും പിന്നെ അവരുടെ സ്നേഹത്തിനു മുമ്പിൽ ചേച്ചി മൗനം പാലിച്ചു. ഒടുവിൽ ചേച്ചി അവനെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു. കുറച്ച് കാശ് അവൻ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. അത് ചേച്ചിയുടെ കുഞ്ഞിൻ്റെ പഠനകാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അത് പറഞ്ഞപ്പോൾ മിനി ചേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവരവൻ്റെ തലയിൽ കൈവച്ച് കവിളിൽ തലോടി. ഒരിക്കലും ചേച്ചി മറക്കില്ലെന്നും അവർക്കായി കാത്തിരിക്കുമെന്നും പറഞ്ഞു. പിറ്റേന്ന് കാത്തുനിന്ന് മുഷിഞ്ഞവൻ അവൾ വിളിച്ചു നോക്കി. ഫോൺ അവൾ കട്ട് ചെയ്തു. ഒത്തിരി നേരം കാത്തു നിന്നിട്ട് അവളെ കണ്ടില്ല. ഒടുവിൽ അവൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു. അവളുടെ അപ്പച്ചനവിടെ ഉണ്ടായിരുന്നു. നാൻസിയില്ല എവിടെ? നാൻസി കാണാൻ വന്നാ? ഉണ്ടല്ലോ, വിളിക്കാം. അയാൾ അവൾ വിളിച്ചു. പുറത്തേക്ക് വന്ന് അവളൊന്ന് ഞെട്ടിയെങ്കിലും പുറത്ത് കാണിക്കാതെ ഒന്നും അറിയാത്ത ഭാഗത്തിൽ നിന്നു. ഇയാൾ നിന്നെ കാണാൻ വന്നാ? ഇയാൾ നീ അറിയോ എന്ന ചോദ്യത്തിന് അറിയില്ലെന്ന് മറുപടി പറയാൻ അവൾ അധികം ആലോചിച്ചില്ല. അവളുടെ മറുപടി കേട്ട് അവൻ ഞെട്ടി. നാൻസി, എന്താ ഇത്? നീ പറഞ്ഞിട്ടില്ലേ ഞാൻ വന്ന്? നിന്നെ കൊണ്ടുപോകാനല്ലേ ഞാൻ വന്ന്? എന്നിട്ടിപ്പോ നീ കൊണ്ടുപോകാനോ? നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല. നാൻസി, നീ തന്നെ വിഡ്ഢിയാക്കിയാണോ? ഇനി ഒരിക്കൽ കൂടി നീ എന്നോട് ഇത് ചെയ്യരുത്. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? പോലീസിനെ വിളിക്കാം അപ്പച്ചാ. കാര്യങ്ങളുടെ ഏകദേശ രൂപം മനസ്സിലായ ഫിലിപ്പ് പോലീസിന് പകരം തന്നെ പണിക്കാരെ വിളിച്ചു. അവരവനെ തലങ്ങും വിലങ്ങും തള്ളി. ഷർട്ടിന് പിടിച്ച് ഗേറ്റിന് പുറത്തേക്ക് തള്ളി. ഈ സമയം അവൾ അകത്ത് തന്നെ അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് താലൂരിക്കുകയായിരുന്നു. സാജന് അമേരിക്കയിൽ പോകാനുള്ള തയ്യാറെടുപ്പാണെന്ന് അറിഞ്ഞ ഫിലിപ്പ് എങ്ങനെയെങ്കിലും തൻ്റെ മകൾ അവനോടൊപ്പം അയക്കണമെന്ന് കണക്ക് കൂട്ടി. എന്നാൽ വാശിയിലായിരുന്ന നാൻസി കൂട്ടാക്കിയില്ല. സാജന് US പോകുന്നതെന്ന് അറിയുന്നവരെ പതിയെ അവിടെ വാശി പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി സാജനും വീട്ടുകാരും വന്നിരുന്നു. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തു. വീണ്ടും അവർ പഴയ പോലെ ഇണക്കുരുവികളായി. എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്ന ഹൃദയവും ശരീരവുമായി അവൻ ആ വഴിയരികിലിരുന്നു. അന്നുണ്ടായ അപമാനഭാരം അവന് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. തളർന്ന മനസ്സുമായി അവൻ ലക്ഷ്യമില്ലാതെ നടന്നു. അവളുടെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ മുഴങ്ങി. വൈകുന്നേരമായപ്പോൾ മദ്യപിച്ച് ലക്കേട്ട് അവൻ ആ കടപ്പുറത്തേക്ക് വന്നു. മിനി ചേച്ചി അവനെ കണ്ട് എണീറ്റ് വന്നു. നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവനെ ചേച്ചി താങ്ങി തൻ്റെ കസേരയിലിരുത്തി. ഹരിക്കുട്ട, എന്താ ഇത്? നാൻസി ഇവിടെ? നിങ്ങൾ പോയില്ലേ? എപ്പോഴാ പോകുന്നത്? അതിനി നടക്കില്ല ചേച്ചി. അതെന്താ കുഞ്ഞെ? നാൻസി കുഞ്ഞെവിടെ? അവളെ ഞാൻ കണ്ടു. അവൾക്ക് എന്നെ അറിയില്ലെന്ന് പറഞ്ഞു. അവളുടെ അച്ഛനായിട്ട് വഴക്കിട്ടു. അവരെല്ലാവരും എന്നെ തല്ലിയിട്ടും അവളൊന്നും അറിയാത്ത പോലെ അകത്തേക്ക് പോയി. തല്ലിയതിനേക്കാൾ എനിക്ക് വേദനിച്ച് അവളുടെ മറുപടി കേട്ടിട്ടായിരുന്നു. ഞാൻ അവളോട് സംസാരിക്കാൻ മോനെ. വേണ്ട ചേച്ചി, ഇനിയൊരു വിഡ്ഢിയാവാൻ എനിക്ക് വയ്യ. ഞാൻ പോവാ ചേച്ചി. എങ്ങോട്ടാ മോനെ? നിന്റെ നാടും ഞങ്ങളൊക്കെ വിട്ട് നീ പോകുന്നേ? പോണം, ഇനിയും വയ്യ ചേച്ചി. അവളെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു, എന്നിട്ടും അവൾ ചതിച്ചു. ഇനിയൊരു വിഡ്ഢിയായിട്ട് ഇങ്ങനെ മടുത്തു. ഞാൻ പോവാ എൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവർ ഞെട്ടി. അവൻ്റെ മൂക്കിൽ നിന്ന് രക്തം ഒഴുകിയിറങ്ങി. എന്തെങ്കിലും ചെയ്യാനാവും മുമ്പ് അവൻ ആ മണൽത്തരികളിൽ വീണ് നിശ്ചലമായി. അതിനും ആ തീരം സാക്ഷിയായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു തണുത്ത പ്രഭാതത്തിൽ തൻ്റെ ഫോണിൽ വന്ന ഒരു മെസ്സേജ് തുറന്നു നോക്കിയ നാൻസി ഞെട്ടി എഴുന്നേറ്റു. അല്പനേരം അതിൽ നോക്കിയിരുന്ന അവളോട് സാജൻ ചോദിച്ചു, എന്താ നാൻസി? ഒന്നുമില്ല ചേ, നാട്ടിൽ എന്നോടൊപ്പം ജോലി ചെയ്തൊരു ചെറുപ്പക്കാരെ ആത്മഹത്യ ചെയ്തു. നല്ലൊരു പയ്യനായിരുന്നു. അവനാരോ പ്രേമിച്ച് അഴിച്ചു വന്നു. ഹാ, നാശം. എന്തോ ചെയ്യട്ടെ, നമുക്ക് എന്തായാലേ. അതും പറഞ്ഞുകൊണ്ട് അവൾ പുതപ്പ് വലിച്ചു മൂടി അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു.